വീണ്ടും പ്രകോപനവുമായിട്ടാണ് അമേരിക്ക രംഗത്തിറങ്ങിയിരിക്കുന്നത്. അതായത് പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം ഉടലെടുക്കുന്നു എന്ന് സാരം. വീണ്ടും അത്തരം ചിന്തകളും ചർച്ചകളും സജീവമാകുകയാണ് സോഷ്യൽ മീഡിയയിൽ. ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരിച്ചാൽ ഇറാനിൽ വീണ്ടും ബോംബാക്രമണം നടത്തുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ വാദം. കാരണം ഇറാൻ അത് ചെയ്യാതിരിക്കുന്നതിനു വേണ്ടിയാണ് ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാനെ പ്രഹരിച്ചത്. അതുകൊണ്ട് ഇനി അത് ചെയ്യരുത്. അത് ചെയ്താൽ ഇസ്രായേൽ എന്ന രാജ്യം പിന്നീട് ഈ ഭൂമുഖത്തുണ്ടാകില്ല. അത് ട്രംപിനും അറിയാം, നെതന്യാഹുവിനും അറിയാം, ഇറാനും അറിയാം. ആയത്തുള്ള അലി ഖുമേനി ഒരു വൃത്തികെട്ട മരണത്തിനടുത്താണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മരിച്ചെന്നും കേൾക്കുന്നുണ്ട്. വൈറ്റ് ഹൗസിലെ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു ട്രംപ് ഇതൊക്കെ തുറന്നു പറഞ്ഞത്. ആവശ്യമാണെങ്കിൽ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ പുതിയ ബോംബാക്രമണം നടത്താനുള്ള സാധ്യതയെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ട്രംപ് ഇക്കാര്യം തുറന്നു പറഞ്ഞത്. ഇറാൻ വിജയിച്ചു എന്ന ഖൊമേനിയുടെ പ്രസ്താവനയ്ക്ക് ഉടൻ മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്താ സമ്മേളനം കഴിഞ്ഞ് പ്രസിഡന്റ് തന്റെ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ടിലൂടെ ഖൊമേനിയെ വിമർശിച്ചുകൊണ്ടൊരു നീണ്ട പോസ്റ്റും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഖൊമേനിയുടെ രാജ്യം നശിപ്പിക്കപ്പെട്ടു. അവരുടെ 3 ആണവ കേന്ദ്രങ്ങളാണ് തകർക്കപ്പെട്ടത്. ഖൊമേനി എവിടെയാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത് എന്ന് തനിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലുതും ശക്തരുമായിട്ടുള്ള ഇസ്രായേലിനെയോ US ആയുധ സേനയെയോ അദ്ദേഹത്തിന്റെ ജീവൻ അവസാനിപ്പിക്കാൻ താൻ അനുവദിച്ചില്ല എന്നും വളരെ വൃത്തികെട്ടതും നിന്ദ്യവുമായിട്ടുള്ള ഒരു മരണത്തിൽ നിന്ന് താൻ അദ്ദേഹത്തെ രക്ഷിച്ചു എന്നുമാണ് ട്രംപ് വെളിപ്പെടുത്തി രംഗത്ത് വന്നത്. ഇറാന് ഒരു പ്രതീക്ഷയുമില്ലെന്നും തുടർന്ന് അവരുടെ നില കൂടുതൽ വഷളാകുമെന്നും ട്രംപ് താക്കീത് നൽകി. ഖത്തറിലെ US വ്യോമതാവളം ആക്രമിച്ചതിലൂടെ തന്റെ രാജ്യം അമേരിക്കയുടെ മുഖത്ത് കൊടുത്ത ഏറ്റവും നല്ല അടിയാണ് എന്ന അവകാശവാദവുമായിട്ടാണ് അവരുള്ളത്. ഇറാൻ അത് അവകാശപ്പെടുന്നെങ്കിലും യാഥാർത്ഥ്യം അതല്ല എന്ന് ട്രംപും പറയുന്നുണ്ട്. ഖൊമേനിയുടെ പ്രസ്താവന വെറും അവകാശവാദമാണ് എന്ന് ഇസ്രായേലും സമ്മതിക്കുന്നു. ഇനിയും കൂടുതൽ ആക്രമണം ഉണ്ടാകുമെന്നും ഖൊമേനി അറിയിച്ചിട്ടുണ്ട്. അമേരിക്ക ഇടപെട്ടിട്ടില്ലെങ്കിൽ ഇസ്രായേൽ ഭരണകൂടം പൂർണ്ണമായും നശിപ്പിക്കപ്പെടുമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് യുദ്ധത്തിൽ US ഇടപെട്ടത് എന്ന് ഖൊമേനി അവകാശപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവർക്ക് ഒന്നും നേടാൻ കഴിഞ്ഞില്ല എന്നാണ് ഖൊമേനിയുടെ അവകാശവാദം. അപ്പോൾ അവൻ ചത്തില്ല. ശരി, ഇറാന് തങ്ങളുടെ മേഖലയിലെ ഏത് അമേരിക്കൻ സൈനിക താവളവും ആക്രമിക്കാൻ കഴിയുമെന്ന് തങ്ങൾ തെളിയിച്ചതായും ഖൊമേനി അവകാശപ്പെട്ടു. ഇസ്ലാമിക് റിപ്പബ്ലിക് വിജയിച്ചു എന്നും പ്രതികാരമായി അമേരിക്കയുടെ മുഖത്തൊരു അടി കൊടുത്തു എന്നും അദ്ദേഹം പറയുന്നു. ഇനി ആക്രമണം ഉണ്ടായാൽ ശത്രുക്കൾ കനത്ത വില നൽകേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ തനിക്ക് അനുകൂലമായിട്ടുള്ള സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ട്രംപ് ഇറാനെ ബോംബാക്രമണം നടത്തി നരകത്തിലേക്ക് എറിഞ്ഞു എന്നാണ് പ്രതികരിച്ചത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ വിദഗ്ധർ പരിശോധിക്കണമെന്ന് ട്രംപ് പറഞ്ഞു. അമേരിക്കയുടെ ആക്രമണത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കപ്പെട്ടു എന്ന് ട്രംപ് വീണ്ടും തറപ്പിച്ചു പറഞ്ഞു. ഇതിൽ നിന്ന് കരകയറാൻ ഇറാൻ ഇനിയും വർഷങ്ങൾ വേണ്ടിവരുമെന്നും ട്രംപ് വ്യക്തമാക്കി. ആക്രമണങ്ങൾക്ക് മുമ്പ് ഇറാൻ അവരുടെ സമ്പുഷ്ടമായിട്ടുള്ള യുറേനിയത്തിന്റെ ഭൂരിഭാഗവും നീക്കിയതായി പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ ട്രംപ് നിഷേധിച്ചു. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ ഏതുവരെ ആയി എന്നിപ്പോഴും വ്യക്തമല്ല. അടുത്ത ആഴ്ച ചർച്ചയുണ്ടാകുമെന്ന് ട്രംപ് സൂചിപ്പിച്ചിരുന്നെങ്കിലും അത് പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷന് നൽകിയ അഭിമുഖത്തിൽ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി തന്റെ രാജ്യം വീണ്ടും ചർച്ചകളിൽ ഏർപ്പെടാനുള്ള സാധ്യത സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അത് ഉടൻ ഉണ്ടാകില്ല എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വെടിനിർത്തലിന് പിന്നാലെ സ്വന്തം ജനതയ്ക്കെതിരെ തന്നെ അടിച്ചമർത്തൽ ആരംഭിക്കുകയാണിപ്പോൾ ഇറാൻ. അഴിഞ്ഞാടുകയാണ് ഇറാൻ മുഴുവനും റവല്യൂഷണറി ഗാർഡുകൾ. ചാരന്മാരാണ് എന്ന് സംശയിച്ച നിരവധി പേരെ തൂക്കിലേറ്റിക്കഴിഞ്ഞു വിചാരണയില്ലാതെ. ആയിരക്കണക്കിന് ആളുകൾ അറസ്റ്റിലുണ്ട്. കുർദുകളും സുന്നികളും ഹിറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ഇറാഖ് അതിർത്തികളിൽ വൻ സൈനിക വിന്യാസമാണിപ്പോൾ ഇറാൻ നടത്തുന്നത്. ആഭ്യന്തര സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൂട്ട അറസ്റ്റുകളും സൈനിക വിന്യാസങ്ങളും നടത്തുകയാണ് എന്ന് ഉദ്യോഗസ്ഥരും മനുഷ്യാവകാശ പ്രവർത്തകരും പറഞ്ഞതായി റോയിട്ടേഴ്സും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
ജൂൺ 13 ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾ ആരംഭിച്ചതിന് പിന്നാലെ ചെക്ക് പോയിന്റുകളും സൈന്യത്തിന്റെ തെരുവിലെ സാന്നിധ്യവും ഇരട്ടിയാക്കിയിട്ടുണ്ട്. ഇതിന് പിന്നാലെ വ്യാപകമായിട്ടുള്ള അറസ്റ്റും ആരംഭിച്ചു. ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകളും ആഭ്യന്തര സുരക്ഷാ സേനയെയും ആണവ കേന്ദ്രങ്ങളെയും ഒക്കെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആരംഭിച്ച വ്യോമയുദ്ധത്തിനൊടുവിൽ ഇസ്ലാമിക റിപ്പബ്ലിക് അട്ടിമറിക്കപ്പെടും എന്നാണ് ഇസ്രായേലിലെ ഒരു വിഭാഗവും ഇറാനിൽ നിന്നും നാടുവിട്ട പ്രതിപക്ഷ ഗ്രൂപ്പുകളും കരുതിയത്. സർക്കാർ നയങ്ങളോട് എതിർപ്പുള്ള നിരവധി പേരുമായി സംസാരിച്ചെങ്കിലും ഇവർ പരസ്യമായി പ്രതിഷേധവുമായി രംഗത്ത് വരാൻ സാധ്യത കുറവാണെന്നും റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ടിലുണ്ട്. എന്നാൽ ആഭ്യന്തര സുരക്ഷയുടെ ഭാഗമായി കുർദ് മേഖലകളിൽ അടക്കം കൂടുതൽ നടപടികൾ ഉണ്ടാകും എന്ന് മുതിർന്ന ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. റവല്യൂഷണറി ഗാർഡുകൾ, ബാസിജ് പാരാമിലിറ്ററി വിഭാഗങ്ങൾ ജാഗ്രതയിലാണെന്നും ആഭ്യന്തര സുരക്ഷയ്ക്കാണ് പ്രാധാന്യമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഇസ്രായേൽ ഏജന്റുമാർ, വംശീയ വിഘടനവാദികൾ, ഇറാനിൽ മുമ്പ് ആക്രമണങ്ങൾ നടത്തിയതിന്റെ പേരിൽ കരിമ്പട്ടികയിൽ ഉള്ള പ്രതിപക്ഷ ഗ്രൂപ്പായിട്ടുള്ള പീപ്പിൾസ് മുജാഹിദീൻ ഓർഗനൈസേഷൻ, ഇവരുടെ ഒക്കെ കാര്യത്തിലും ഇറാൻ ഭരണകൂടത്തിന് വൻ ആശങ്കയുണ്ട്. ഇസ്രായേലിന്റെ ചാരന്മാരാണോ എന്ന്. ഭരണകൂടം നിലവിലുള്ള സാഹചര്യത്തെ മറയായി ഉപയോഗിക്കുമെന്നതുകൊണ്ട് അതീവ ജാഗ്രതയിലാണ് എന്ന് 2022 ബഹുജന പ്രതിഷേധങ്ങളുടെ പേരിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട ടെഹ്റാനിലെ പൗരാവകാശ പ്രവർത്തകർ പറയുന്നു. അധികൃതർ ഇതുവരെ 1 ഡസൻ ആളുകളെയെങ്കിലും കൊന്നൊടുക്കിയിട്ടുണ്ട്. ചിലരെ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ചിലർ ഹിറ്റ് ലിസ്റ്റിൽ അങ്ങനെ ഇരിക്കുന്നു. 705 പേരെ അറസ്റ്റ് ചെയ്തു എന്ന് ഇറാനിയൻ മനുഷ്യാവകാശ സംഘടനകൾ അവകാശപ്പെടുന്നു. ഇസ്രായേലിന് വേണ്ടി ചാരവൃത്തി നടത്തി എന്ന് ആരോപിച്ചിട്ടാണ് പലരെയും പിടികൂടുന്നതും വിചാരണയില്ലാതെ തൂക്കിലേറ്റുന്നതും. ഇവരെല്ലാം കുർദിഷ് വംശജരാണ് എന്നാണ് ഇറാൻ കുർദിഷ് അവകാശ സംഘടനകൾ ആരോപിക്കുന്നത്. ഭീകരവാദികൾ എന്ന് ഉദ്യോഗസ്ഥർ വിശേഷിപ്പിക്കുന്നവരുടെ നുഴഞ്ഞുകയറ്റം തടയാൻ പാകിസ്ഥാൻ, ഇറാഖ്, അസർബൈജാൻ അതിർത്തികളിൽ സൈന്യത്തെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. 100 കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്തു എന്ന് മറ്റൊരു ഉദ്യോഗസ്ഥൻ പറയുന്നു. ഇറാനിലെ 3 സുന്നികളും 3 സുന്നി മുസ്ലിങ്ങളും കുർദിഷ്, ബലൂജ് ന്യൂനപക്ഷങ്ങളും ടെഹ്റാനിലെ ഷിയ സർക്കാരിനെതിരെ കടുത്ത എതിർപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇറാഖെ കുർദിസ്ഥാൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന 3 ഇറാനിയൻ കുർദിഷ് പ്രവർത്തകരെയും പോരാളികളെയും അറസ്റ്റ് ചെയ്തു. കുർദിഷ് മേഖലയിലെ 2 പ്രധാന നഗരങ്ങളായിട്ടുള്ള കെർമൻഷാ അതുപോലെ സനന്ദജ് എന്നിവിടങ്ങളിൽ ബാരക്കുകൾക്ക് സമീപമുള്ള വ്യാവസായിക മേഖല ഒഴിപ്പിച്ചു. സ്വന്തം ഉപയോഗത്തിനായി പ്രധാനപ്പെട്ട റോഡുകളും അടച്ചു. ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതിന് ശേഷം കുർദിഷ് മേഖലകളിൽ നിന്ന് മാത്രമായി 500-ലധികം പ്രതിപക്ഷ അംഗങ്ങളെ അറസ്റ്റ് ചെയ്തു എന്നാണ് പ്രീ ലൈഫ് പാർട്ടി ഓഫ് കുർദിസ്ഥാൻ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഫോണുകൾ, ശരീര പരിശോധനകൾ എന്നിവയൊക്കെ വ്യാപകമാക്കിയിട്ടുണ്ട്. അതായത് ഇറാൻ ആകപ്പാടെ ഭയന്ന് വിറച്ചുപോയി. എവിടെയാണ് ഇസ്രായേലിന്റെ ചാരന്മാരുള്ളത്? നമ്മളൊന്ന് അനങ്ങിയാൽ പോലും കൃത്യമായി ഇസ്രായേലിന് ഒപ്പിയെടുക്കാൻ സാധിക്കുന്ന വിധത്തിൽ എവിടെയാണ് ഇവർ ഒളിച്ചിരിക്കുന്നത് എന്ന തെരച്ചിലിലാണ് ഇപ്പോൾ ഇറാനുള്ളത്. ഒരു ഹോളിവുഡ് സിനിമാ കഥ പോലെയാണ് ഇറാനിലെ ചാരപ്രവൃത്തി നമുക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ സംഭവിച്ചതാണിത്. ഇറാനിൽ നിന്നുള്ള ഞെട്ടിക്കുന്ന ചാരപ്രവർത്തനത്തിന്റെ കഥയാണ് മാധ്യമങ്ങളിൽ തലക്കെട്ടായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ ചാരസംഘടനയായിട്ടുള്ള മൊസാദിന്റെ ചാരവനിത 2 വർഷം മുമ്പാണ് ഇറാനിൽ രഹസ്യമായിട്ട് കയറിപ്പറ്റുന്നത്. കാതറിൻ പെരസ് ഷഗ്ദം, അതാണ് അവരുടെ പേര്. ഈ കാതറിൻ അസാധാരണമായിട്ടുള്ള വഴികളിലൂടെയാണ് സഞ്ചരിച്ചത്. അതുതന്നെയാണ് ഇതിനെ ഒരു ത്രില്ലർ സിനിമയെ വെല്ലുന്ന ചരിത്രമാക്കുന്നത്. ഇറാനിൽ പ്രവേശിച്ച അവർ ഷിയ വിഭാഗത്തിലേക്ക് മതം മാറി. മികച്ച പരിശീലനം കിട്ടിയിരുന്ന കാതറിൻ മിടുമിടുക്കിയായിരുന്നു. സാഹസികത ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരുന്നു. ഇറാന്റെ കർക്കശ സ്വഭാവമുള്ള സുരക്ഷാ ഏജൻസികളെ പോലും കബളിപ്പിച്ച് കാര്യം സാധിച്ച അവർ ഒരു ദിവസം പെട്ടെന്ന് അപ്രത്യക്ഷയായി. ഇറാനിൽ ഇസ്രായേലിന്റെ അണുവിട തെറ്റാത്ത വ്യോമാക്രമണങ്ങൾക്കും അതുവഴി ഉന്നത കമാൻഡർമാരെ വകവരുത്തുന്ന ഓപ്പറേഷനും കളമൊരുക്കിയത് മറ്റാരുമല്ല, ഈ ചാരസുന്ദരിയാണ്. മതം മാറി ഇറാൻ ഭരണകൂടത്തിന്റെ വിശ്വസ്തയായ അവർ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖൊമേനിയുടെ വെബ്സൈറ്റിലെ ബ്ലോഗറുമായി മാറി. പെണ്ണിന്റെ തൊലി വെളുപ്പിൽ മൃഗതുല്യമായിട്ടുള്ള ഇവർ വീണുപോയി. പെണ്ണിന്റെ തൊലി കണ്ടു കഴിഞ്ഞാലുടനെ ഇളക്കം തട്ടുന്ന ഇവർക്ക് ഇവരെ കയ്യിലെടുക്കാൻ, പാട്ടിലാക്കാൻ കാതറിന് വലിയ സമയമൊന്നും വേണ്ടി വന്നില്ല. ആരും അറിയാതെ, ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ എങ്ങനെയാണ് കാതറിൻ ഇറാന്റെ രഹസ്യങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങിയത്? ഇതെങ്ങനെയായിരിക്കും മൊസാദിന് എത്തിച്ചു കൊടുത്തിട്ടുണ്ടാവുക?
ഇസ്ലാം മതത്തെക്കുറിച്ച് അറിയാനും പഠിക്കാനും വളരെ താല്പര്യമുള്ള വ്യക്തിയായിട്ടാണ് കാതറിൻ എല്ലായിടത്തും സ്വയം അവതരിപ്പിക്കപ്പെട്ടത്. ഷിയ മുസ്ലിമായി മാറിയ അവർ പതിയെ പതിയെ ഇറാൻ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാര്യമാരുമായി ചങ്ങാത്തം കൂടി. അവരുമായി സംസാരിച്ചു കൊണ്ടേയിരുന്നു. പരിചയം സൗഹൃദമായി, സ്നേഹമായി, വിശ്വാസമായി മാറിയപ്പോൾ ഈ വനിതകൾക്ക് കാതറിനെ വലിയ വിശ്വാസമായി. അവരുടെ വീടുകളിൽ നിത്യ സന്ദർശകയായി. കാതറിനോട് സംസാരിക്കുന്നതും അവരെ കാണുന്നതും അവരുമായി ഇടപഴകുന്നതും ഒക്കെ വലിയ രൂപത്തിൽ ഒരു ആശ്വാസമായി മാറി ഇറാന്റെ പരമോന്നത നേതാക്കന്മാരുടെ ഭാര്യമാർക്ക്. വീടുകളിൽ അതീവ സുരക്ഷയുള്ള സ്ഥലങ്ങളിൽ പോലും കാതറിന് ഏത് സമയത്തും കയറി ചെല്ലാവുന്ന ഒരു സ്വാതന്ത്ര്യം കിട്ടി, പാസ് കിട്ടി. സുരക്ഷാ ഏജൻസികൾ സന്ദർശകരെ എല്ലാ പരിശോധനയും കഴിഞ്ഞ് ഫോണുകൾ വരെ സൂക്ഷ്മമായി നോക്കിയും ഒക്കെയാണ് അകത്തേക്ക് കയറി വിട്ടിരുന്നതെങ്കിലും കാതറിൻ വളരെ നിശബ്ദമായി ഫോട്ടോകൾ എടുക്കുകയും രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. എങ്ങനെയെന്ന ചോദ്യത്തിനുള്ള പ്രസക്തിയില്ല. ആണവ കേന്ദ്രങ്ങളുടെയും ആണവ ശാസ്ത്രജ്ഞന്മാരുടെയും കമാൻഡർമാരുടെയും വിവരങ്ങളൊക്കെ നേരിട്ട് മൊസാദിന് എത്തിക്കൊണ്ടേയിരുന്നു കാതറിൻ വഴി. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിച്ചതോടുകൂടി ഉന്നത ഇറാൻ കമാൻഡർമാർ സുരക്ഷയ്ക്കായി പലപ്പോഴും സ്ഥലങ്ങൾ മാറിക്കൊണ്ടിരുന്നു. അപ്പോഴൊക്കെ തങ്ങൾ സുരക്ഷിതരാണെന്നും വൃഥാ കരുതി. പക്ഷേ ഓരോ ആക്രമണവും കൃത്യമായിരുന്നു. ആരോ സ്ഥലത്തിന്റെ വിശദമായിട്ടുള്ള ഭൂപടം കൈമാറിയതുപോലെയായിരുന്നു ആക്രമണത്തിന്റെ കൃത്യത. ഇറാന്റെ ഇന്റലിജൻസ് സർവീസസ് അന്വേഷണം തുടങ്ങി. അതോടുകൂടി സത്യം പതിയെ പതിയെ പുറത്തു വന്നു. ഉന്നതാധികൃതർക്കൊപ്പം എടുത്ത ചിത്രങ്ങൾ കാതറിനെ എളുപ്പത്തിൽ തിരിച്ചറിയാനും സഹായിച്ചു. പക്ഷേ അപ്പോഴേക്കും വല്ലാതെ വൈകിപ്പോയിരുന്നു. കാതറിൻ എത്തേണ്ടടുത്ത് സുരക്ഷിതയായി എത്തി. ഫ്രഞ്ചുകാരിയായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകയാണ് കാതറിൻ പെരസ് ഷക്തം. പശ്ചിമേഷ്യൻ ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ വിദഗ്ധയായിട്ടുള്ള രാഷ്ട്രീയ റിപ്പോർട്ടർ. ഫ്രാൻസിലെ ജൂത കുടുംബത്തിൽ ജനിച്ച കാതറിൻ സൈക്കോളജിയിൽ ലണ്ടൻ സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടിയിട്ടുണ്ട്. ധനകാര്യത്തിലും കമ്മ്യൂണിക്കേഷനിലും PG നേടി. ലണ്ടനിൽ പഠിക്കുന്ന കാലത്ത് യമനിൽ നിന്നുള്ള സുന്നി മുസ്ലിമുമായി പ്രണയത്തിലായി. വിവാഹത്തിനു വേണ്ടി അവർ ഇസ്ലാമിലേക്ക് മതം മാറി. പക്ഷേ 2014 രണ്ടുപേരും വേർപിരിഞ്ഞു. 2017 കാതറിൻ ഇറാനിലെത്തുന്നത്. പിന്നീടാണ് ഷിയ ഇസ്ലാമിക വിശ്വാസത്തിലേക്ക് മാറുന്നത്. ടെഹ്റാൻ ടൈംസ്, യമൻ പോസ്റ്റ്, ദി ഗാർഡിയൻ എന്നിവിടങ്ങളിലെ ജോലിക്ക് ശേഷം ഇറാൻ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി കൊമേനിയുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള Khamenei.irl ബ്ലോഗറായി മാറി. അതോടുകൂടിയാണ് ഇറാന്റെ തലവര മാറി തുടങ്ങിയത്. ഇപ്പോൾ കാതറിൻ ഇവിടെ പോയി. ബ്ലോഗർ ആയതോടുകൂടി രഹസ്യങ്ങൾ ചോർത്താൻ വളരെ എളുപ്പമായിരുന്നു. കാതറിൻ എവിടെയാണ് എന്ന് ഇറാൻകാർക്കറിയില്ല. അവർ പൂർണ്ണമായും അപ്രത്യക്ഷയായി. പ്രതികാരദാഹത്തോടുകൂടി ആ ചാരവനിതയ്ക്ക് വേണ്ടി വലവിരിച്ചിരിക്കുകയാണ് ഇറാൻ ഭരണകൂടം. രാജ്യത്തുടനീളം പോസ്റ്ററുകളും ഫോട്ടോകളും പതിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ പൊടി പോലും എങ്ങുമില്ല. മൊസാദിന് വേണ്ടി ചാരപ്പണിയെടുത്തവർക്കായി തിരയുകയാണ് ഇറാൻ ഭരണകൂടം. 3 പുരുഷന്മാരെ അടുത്തിടെ സംശയത്തിന്റെ പേരിൽ വധിച്ചിരുന്നു ഇറാൻ. നിരവധി പേരെ അറസ്റ്റ് ചെയ്തു. സംശയകരമായ സാഹചര്യത്തിൽ കാണുന്നവരെ റിപ്പോർട്ട് ചെയ്യണമെന്നും പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കാതറിൻ തന്റെ രൂപഭാവങ്ങൾ മാറി മറ്റൊരു രാജ്യത്ത് ചാരപ്രവർത്തനം നടത്തുന്നുണ്ടാകാം എന്നാണ് ഇറാൻ സുരക്ഷാ ഏജൻസികൾ തന്നെ പറയുന്നത്. ഇസ്രായേൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സാഹസികയായിട്ടുള്ള ചാരവനിത എന്നാണ് കാതറിൻ പെരസ് ഷക്തം ഇപ്പോൾ അറിയപ്പെടുന്നത്. കാതറിന്റെ ദൗത്യം ഇറാനെ മാത്രമല്ല ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം നമ്മുടെ രാഷ്ട്രത്തേക്കും ഏത് സമയത്തും കാതറിൻ പെരസ് ഷക്തം എത്തിയേക്കാമെന്നുള്ള ധാരണ.